ചേട്ടൻ ഓൺ അടിക്കോ? നെതർലൻഡ്സിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹോട്ടലാണിത്. ഇതാണ് ഗൈസ് നമ്മള് വന്ന വണ്ടി. ഇപ്പോൾ നമ്മൾ നടക്കാൻ പുതിയ കയറി പോകുന്നതാണ്. ഇതെങ്ങനെ ബുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അയ്യോ ഒറിജിനൽ ആക്ച്വലി ഒറിജിനൽ പൈസ വരുന്നുണ്ടല്ലേ. നിനക്കൊക്കെ വിസ ഉണ്ടോ? ഹലോ ഹലോ ചേച്ചിമാര് ഹായ് ഇതറാവോ എന്താ റിയാക്ഷൻ ആണ് ചീസ് വെച്ചിട്ട്. കണ്ണട വെച്ച അമ്മാമേനെ കണ്ടറിയാം നല്ല വീട്ടിലെയാണെന്ന്. ടയറിനകത്ത് എന്റെ പൊന്നിതെന്താ പാവേബിജാണ്ടൊരു അബദ്ധം പറ്റി പ്രായത്തിന്റെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ റെഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ. ഹലോ ഗൈസ്, അപ്പൊ മനുഷ്യരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ? ആംസ്റ്റർഡാമിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ്. നമ്മുടെ സ്റ്റുഡിഫാട്ടൻ കണ്ടിട്ടുണ്ടോ? സ്റ്റുഡിഫാട്ടൻ, യൂണിഫ്രൂക്റ്റ്, PM2AM അങ്ങനെ കുറെ ട്രാവൽ ഏജൻസികളുണ്ട്. അപ്പൊ അതില് സ്റ്റുഡിഫാട്ടൻ വഴി ഞങ്ങള് ഒരു ട്രിപ്പ് പോവാണ്, 1 ഡേ ട്രിപ്പ്. ഇപ്പൊ സമയം ഇന്ന് ശനിയാഴ്ച വെളുപ്പിന് 2:43 ഇപ്പോൾ. അതായത് ഇന്ന് മാർച്ച് 8 2:43 3 മണിക്കാണ് ബസ്. സോ ഗൈസ്, ഞങ്ങളപ്പോ SNHBF എത്തി. വണ്ടി വരെ ഇനി ഒരു 10-15 മിനിറ്റും കൂടി ഉണ്ടെന്ന് തോന്നണല്ലേ. ഞങ്ങളുടെ കൂടെ ഇവനെ കണ്ടതാണ്. നിഷയുണ്ട്, ബിഞ്ചേട്ടനുണ്ട്, പിന്നെ റോസോട്ടി ഉണ്ട്, പിന്നെ നെറ്റുണ്ട്. ഇത്ര പേര്. പിന്നെ വേറെ 1-2 പേര് കൂടി ഉണ്ട്. അവർ ഓൾറെഡി ബസ്സിനകത്തുണ്ട്. സോ അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ബസ് വരുന്ന വിഷ്വൽസ് കാണിച്ചു തരാം ഞങ്ങൾ. ചേട്ടൻ ഓൺ അടിക്കോ? നാട്ടിലെ വൈബില്ല. ആ പുട്ടി തൊട്ട കിളിയെ തട്ടിമുട്ടി നടന്നൻ. ഇതാണ് നമ്മള് പോണ ബസ്. Be your guide for this trip along with Elif. നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെ കറക്റ്റ് 3 മണി ആയപ്പോഴത്തേക്കും SN ഹൗബാനോഫിൽ, അതായത് SN സെൻട്രൽ സ്റ്റേഷനിലേക്ക് അവരുടെ വണ്ടി വരികയും നമ്മളെ പിക്കപ്പ് ചെയ്യുകയും ചെയ്തു. ഏകദേശം രാവിലെ 7 മണി 7:30 കൂടി തന്നെ നമുക്ക് ആംസ്റ്റർഡാമിന്റെ മണ്ണിൽ കാലുകുത്താനായി. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടത്ര ബ്രേക്കുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ സാൻഡാമിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവർ നമുക്ക് വേണ്ടത്ര സകല ഇൻസ്ട്രക്ഷനും അടങ്ങിയ ഒരു ബ്രോഷറും നമുക്ക് വഴി കാണിക്കാനായിട്ട് ഒരു മാപ്പും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇപ്പൊ സമയം രാവിലെ 7:30. അവർ ഞങ്ങൾക്ക് ചെറിയ ഫ്രഷപ്പൊക്കെ തന്നൊരു 1 മണിക്കൂർ ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. ഇത് ആംസ്റ്റർഡാമിലെ തന്നെ ആംസ്റ്റർഡാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നെതർലൻഡ്സിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹോട്ടലാണിത്. ഇന്റൽ ഹോട്ടൽസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ സാൻഡാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആർക്കിടെക്ചർ തന്നെയാണ് ഈ ഹോട്ടലിനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ നെതർലൻഡ്സിലെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് ആദ്യമേ ഒരു പോപ്പുലർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഹോട്ടലിന്റെ പിക്ചറോട് കൂടിയിട്ടുള്ള ഒരു നെതർലൻഡ്സിന്റെ ഒരു ഫോട്ടോയോ വീഡിയോയോ ആയിരിക്കും. ഈ ഹോട്ടലിന്റെ അകത്ത് കയറാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും ചുമ്മാ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു ദിവസത്തെ സ്റ്റേക്ക്, ഒരു നൈറ്റ് സ്റ്റേക്ക് വരുന്നത് €120 തൊട്ട് €200 വരെയാണ്. പിന്നെ അത് സീസൺ അനുസരിച്ചും റൂമിന്റെ ലക്ഷറി അനുസരിച്ചും ഒക്കെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇവിടെ നിന്നുള്ള ഫോട്ടോ എടുപ്പും ഇതിന്റെ ഒരു ഫ്രെയിമും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ സാൻഡാമിലെ ഈ ഹോട്ടലിന്റെ ബ്യൂട്ടിയും പരിസര പ്രദേശങ്ങളും ഞങ്ങൾ ആസ്വദിച്ച ശേഷം 30 മിനിറ്റിന്റെ ബ്രേക്കിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മള് വന്ന വണ്ടി, നെപ്പോളിയൻ. ഇതും പുറകിലെ വണ്ടിയാണ്. ഈ പുറകിൽ വന്ന വണ്ടി അവിടെ നിന്നാടാ സ്റ്റുട്ട്ഗാർട്ട് അങ്ങനത്തെ ഏരിയ ഒന്നല്ലേ? ഇത് സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് നമ്മൾ വന്ന പോയി. ഇത് സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് വന്ന വണ്ടി. അതെ, ഇത് അടിപൊളി വണ്ടിയാണ്. ഇത് അടിപൊളി വണ്ടി കേട്ടോടാ. നമ്മള് വന്നത് കുറച്ചൊരു പഴയ വണ്ടിയാ. ഇത് കൊളോൺ ബോണിന്ന് സ്റ്റാർട്ട് ചെയ്ത വണ്ടി. അത് സാൻഡാമിലെ ഈ ഹോട്ടലെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ സാൻസെ ഷോൺസ് എന്ന് പറയുന്ന അടുത്ത സ്ഥലത്തേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷൻ എത്തി. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിനെ ലൊക്കേഷൻ വരുന്നിട്ടാ ചേട്ടാ, ലൊക്കേഷൻ വരുന്നില്ല. എല്ലാവരും കണക്ക് തന്നെ. അങ്ങനെ പേര് പറയണ്ടേ? കണ്ടോ, ഓക്കെ സെറ്റ്. പേരിന് പ്രശ്നമാണ്. അത് ഡച്ച് വേറെയാ. ഡച്ചാണോ? ഇവിടെ തൊട്ടുള്ള പ്രത്യേകതകൾ എന്നിട്ടൊക്കെ ഉള്ള ഇവിടെ ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും? കാറ്റാടി. അത് ശരിയാണ്. ചീസ് ടെസ്റ്റിങ്ങോ? അതെ, ChatGPT അടുത്ത് ചോദിച്ചു നോക്കേ.
എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ? സൺസേ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നെതർലൻഡ്സിലെ തന്നെ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. വാവ്. നെക്സ്റ്റ് അവിടെ കണ്ട കാറ്റാടി ഒന്ന് കറങ്ങാത്ത എന്താ? കാറ്റില്ലാത്തതുകൊണ്ടാണോ? അവിടെ 8 വിൻഡ് വർക്ക് ചെയ്യും. അതിൻ്റെ 8 വിൻഡ് ടോട്ടൽ ഉണ്ട്. അതിന് 6 വർക്ക് ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ. ബാക്കി എല്ലാത്തിനും എന്ത് പറ്റി? ബാക്കി കേടായി കാണൂടാവേ. ഇത് കാരണം കൊല്ലങ്ങളായിട്ട് ഇത് ഏതാണ് മറ്റേ നമ്മുടെ നെതർലൻഡ്സ് ഡച്ച് പീപ്പിളിന്റെ പഴയകാല തനിമയും ആ പഴയ സെറ്റപ്പും ഹിസ്റ്റോറിക് അതുപോലെ തന്നെ 50 കൊല്ലമായിട്ട് ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരും കൊല്ലങ്ങളിലും അവർക്കിത് നിലനിർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതെ, ഇത്രയൊക്കെയാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ നടക്കാൻ പുതിയ കീടെ പോകുന്നതാണ് ഡച്ച് വില്ലേജിലേക്ക്. ഇതെങ്ങനെ ബുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? സ്റ്റഡി ഫാറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അവർക്ക് ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പേരും ഇമെയിൽ ID-യും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുക്കിംഗ് കൺഫേം ചെയ്യാം. അത് കഴിയുമ്പം അവരൊരു മെയിൽ അയക്കും. ആ മെയിലിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ പേയ്മെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ അവർ നമുക്ക് മെയിൽ അയക്കും. ഓക്കെ, നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടി, ഞങ്ങൾ നിങ്ങളുടെ ഇത് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ അവർ മെയിൽ അയക്കുമെന്ന് അവർ പറയും. അപ്പം അങ്ങനെ നമുക്ക് ട്രിപ്പിൻ്റെ ഒരു 2 ദിവസം മുമ്പ് വീണ്ടും ഒരു മെയിൽ ഒന്നോടെ വരും. ആ മെയിലിനകത്ത് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഒഫീഷ്യലി ട്രിപ്പിൻ്റെ പാർട്ടാവുകയാണ്. പിന്നെ ആ ഗ്രൂപ്പിലായിരിക്കും പിന്നെ എല്ലാ ട്രിപ്പിൻ്റെ റിലേറ്റഡ് അപ്ഡേറ്റ്സുകളും വന്നുകൊണ്ടിരിക്കുന്നത്. സിമ്പിളാണ് പരിപാടി. ആക്ച്വലി നമ്മൾ നെതർലൻഡ്സിൽ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് വ്ലോഗ് അതിന് നമ്മളാ മറ്റേ ആംസ്റ്റർഡാമല്ല, നമ്മൾ വേറെ സ്ഥലത്ത് അല്ല അതിന് മുമ്പ് നമ്മൾ പോയില്ലേ ഒരു ബോർഡറിൽ, ജർമ്മനി ബോർഡറിൽ പോയത്. നമ്മൾ ബോർഡറിൽ പോയത് ഓർമ്മയില്ല. ഫെല്ലോ പോയിട്ടുണ്ട്. പിന്നെ 2ാമത് പോയത് നമ്മൾ ട്രിപ്പ് മലയാളീസിനെ വെച്ചിട്ട് നമ്മൾ ട്രാവൽ വിത്ത് അമേസിന്റെ ട്രിപ്പ് പോയതാ. അത് ആക്ച്വലി എനിക്ക് യൂട്യൂബില് വരാഞ്ഞെന്ന് വെച്ചാൽ യൂട്യൂബ് വ്ലോഗ് എടുത്ത് ഡിലീറ്റ് ആയി പോയി. പക്ഷെ എന്നാലും ഞങ്ങള് ഡിലീറ്റ് ആക്കിയതുണ്ട്. അത് ആക്ച്വലി ഞങ്ങൾ മാക്സിമം നോക്കട്ടെ. ആ വീഡിയോ വേറെ ആളെടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾ ഇടാൻ പറ്റുമോ നോക്കാം. എന്താണ് പരിപാടി നിങ്ങൾക്ക് അറിയാലോ. ട്രാവൽ വിത്ത് അമേജി നമ്മൾ കൊയ്ക്കനോഫിലേക്ക് പോയതാണ്. ടുലിപ് ഷോ കാണാൻ പോയതാണ്. ഓയ് വിജേട്ടൻ കണ്ണട വെച്ച് തെറ്റ കുഞ്ചാക്കോവനെ. ഇതിനകത്ത് ക്യാമറ അലോഡല്ല ആണോ? ആണോ? ഇവര് തന്നെ. അത് ശരി. ഗേൾസിന് വേണ്ടിയതല്ലോ, ബോയ്സിന് വേണ്ടിയൊന്നുമില്ല. എന്ത് കാട്ടിയത്? ഡയമണ്ട് ഉണ്ടാക്കണ കടയാണോ? പഴയ ഒരു സെറ്റപ്പ് നട്ടോ നാട്ടിലെ മച്ച് അതന്നെ. ഇതും ആക്ച്വലി സൊവനിയർ കട തന്നെയാണ്. എടാ ഇവിടെ സൊവനിയർ തന്നെയാടാ. നല്ല തന്നെ കൊള്ളാം. തൈലും 50 കൊല്ലം മുമ്പ് നമ്മളിവിടെ വന്നിട്ടുള്ള പോലെ. ഹോളണ്ട് ആക്ച്വലി ഹോളണ്ട് എന്നല്ലേ, നെതർലൻഡ്സ്. ഹോളണ്ട് നമ്മുടെ ഫുട്ബോൾ കളിക്കാർ. അതെ അതെ. എനിക്കറിയില്ല. പിന്നെ നെതർലൻഡ്സിൽ ക്രിക്കറ്റ് ടീമുണ്ട്. അത്യാവശ്യം നല്ല ടീമൊക്കെ ഉണ്ട് അവർക്ക്. പോയിട്ട് നെതർലൻഡ്സ് സൈക്കിളിന് പേര് കേട്ടതായതുകൊണ്ട് സൈക്കിള് മനുഷ്യരെക്കാളും കൂടുതൽ സൈക്കിൾ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമ്മുടെ ജർമ്മനി അല്ലേ? അല്ല, നമ്മുടെ നെതർലൻഡ്സ് അല്ല. ഓക്കെ. പണ്ടത്തെ വിൻഡ് ഇതായിരുന്നു ഇവിടെ പണ്ട് പരുത്തി തുണിയും കോട്ടൺ തുണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിൻസ്. അങ്ങനെ ഇപ്പം നമ്മൾ ഇവിടെ ഉള്ള ഒരു ചെറിയ ചീസിൻ്റെ ഹോം മെയ്ഡ് അല്ലേ ഇത്? ഹോം മെയ്ഡ് ചീസാണോ അത്? ഹോം മെയ്ഡ് ചീസിൻ്റെ ഒരു ചെറിയൊരു റിയൽ ഫാക്ടറി. അതെ, ഇവിടെ ഇയർ എന്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് 100 കൊല്ലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. പിന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇവരുടെ എന്തോ ഹെൻറി വില്ലി സിൻസ് 1974. ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാം. അപ്പൊ കുറെ ടെസ്റ്റ് ചെയ്യാലോ. ഇതിവിടെ പശു ഉണ്ടോ? ഇവിടെ ഇതാണ്. അയ്യോ, ഇത് ഡമ്മിയാണ്. ഓ എടാ, ഇത് മറ്റേ മ്യൂസിക് വെച്ച എന്താ? ഓ നൈസ്. ചേട്ടാ
അയ്യോ ഒറിജിനൽ ആക്ച്വലി ഒറിജിനൽ പശു വരുന്നുണ്ടല്ലേ ഈശ്വര. ഓ മ്യൂസിക് ഒക്കെ കൊടുത്തേക്കാണ്. എടാ ഇവിടെ എവിടെ ഫ്രീ ആയിട്ട് ചീസ് കിട്ടുമെന്ന് പറഞ്ഞേ? ഏത് ഇത് ആക്ച്വലി എന്താ ചീസ് ഉണ്ടാക്കണതിൻ്റെ പരിപാടിയല്ലേ? ആക്ച്വലി ഇങ്ങനത്തെ ചീസ് ഉണ്ട് ടോം ആൻഡ് ജെറിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കടലിരിക്കണത് ഒഴിച്ചിനകത്ത് ഒഴിച്ചോ? ഓ മിഷീൻ ഇവിടെ ഉണ്ട്. മിഷീൻ ഇങ്ങനെ ഡിജിറ്റലാണ്. ഇവിടെ ചീസ് ഒന്നുമില്ല. ഫ്രീ ആയിട്ട് ചീസ് തേങ്ങ കിട്ടും ഇവിടെ. എക്സ്പീരിയൻസ് ടേസ്റ്റ്. പിന്നെ ഇതിനകത്ത് ഇത് പക്ഷെ എന്തോ മ്യൂസിയം പോലെ ഇവര് കൊണ്ടു നടക്കാൻ തോന്നി. മ്യൂസിയം ആണിത്. അവിടെ കുറച്ച് ആടൊക്കെ ഉണ്ട്. ഞാൻ അവിടെ കിട്ടണോ? നല്ല രസമുള്ള കുഞ്ഞ ആടാ ഉള്ളത്. അമ്മയ്യോ ഇപ്പൊ തട്ടിക്കണേ. ഹലോ അവിടെ ഭയങ്കര പൊക്കം കുറഞ്ഞ ആട്. ഭയങ്കര പൊക്കം കുറഞ്ഞ ആടാ ഉള്ളത്. നാട്ടിലെ പോലെ എൻ്റെ ഡിഫറെൻറ്റാ. ശരി അടിപൊളി. പോയി 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 അത് പോയി. ആ വഴിക്ക് പോയി. ദൈവം ഇവന്റെ കൊമ്പ് ചെയ്യാട്ടോ. അശനെ ക്യാമറ ആണോ? പിന്നെ എടാ കൊഞ്ഞ് ഇത് 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 തൊട്ടിട്ടാ അതിനെ തൊട്ട്. പാവ പാവ പാവ. അതൊന്നും അറിയാൻ പാടില്ലാത്ത കൊമ്മ ഹിയ കൊമ്മ. ഹലോ ഗേറ്റ്സ്. ഹലോ ഹലോ. നിനക്കൊക്കെ വിസ ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടോ? ഇവന്മാർക്ക് പാസ്പോർട്ട് ഉണ്ട്. നെതർലാൻഡ്സ് പാസ്പോർട്ട് ഉണ്ട്. പോടാ എനിക്കത് ഇന്ത്യ. ഹലോ ഹലോ. എബിൻചേട്ടൻ എത്രാമത്തെ വർഷം ഇപ്പൊ ആംസ്റ്റർഡാം വരുന്നേ? എണ്ണീട്ടില്ലല്ലേ? എബിൻ ചേട്ടന്റെ മെയിൻ സ്ഥലം എത്തട്ടെ. ചില ഇവിടുത്തെ പ്രത്യേക സ്ഥലത്തുമ്പോ അവിടെ ചേച്ചിമാര് ഹായ് ഇതറാവോ അരേ ആഫ്റ്റർ ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞു വരും. ലോങ് ടൈം ഒന്നും ഇല്ല, എല്ലാ മാസം കഴിഞ്ഞ മാസം വന്നാണ്. സോ അതുപോലെ തന്നെ കൈസ് നമ്മുടെ ട്രാവൽ വിത്ത് MAG നെതർലാൻഡ്സ് ട്രിപ്പ് കഴിഞ്ഞ വർഷം നെതർലാൻഡ്സ് ട്രിപ്പിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച പാരീസ് ട്രിപ്പ് പോവാണ്. ഫുൾ മലയാളീസിന് വെച്ചിട്ട് 58-57 മലയാളീസിന് വെച്ചിട്ട് നമ്മളൊരു ബസ് റെൻ്റ് എടുത്തിട്ട് ഫുൾ ഒരു അടിപൊളി ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് പോവാണ്. അതിൻ്റെ വ്ളോഗും വരുന്നതായിരിക്കുമല്ലോ അതിനെ. ഇത് വന്നിട്ടായിരിക്കുമല്ലോ വരുന്നത്. ഓ ഇവിടെ നല്ല ചീസിൻ്റെ നല്ല കിടിലൻ സ്മെല്ലാട്ടോ. ഇത് കൊള്ളാലോ പരിപാടി. ടേസ്റ്റ് ചെയ്തിട്ടാണ്. താങ്ക് യു ഷോൺ. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്തോ. വലിയ ഇഷ്ടമാണല്ലോ. ഇത് അടിപൊളിയാണ് ഗൈസ്. ഞാൻ കഴിക്കുന്നതല്ല കാണിക്കുന്ന എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു സെറ്റാക്കി തരാം. ബിസ്ക്കറ്റ് ടേസ്റ്റ് ഉണ്ടോ? ഇത് നമ്മളിങ്ങനെ ഒരെണ്ണം എടുക്കുക. നമ്മുടെ ഇല്ല, ഇത് നമ്മുടെ അത്തിപ്പഴത്തിന്റെ ഒരു ഡിപ്പാണ്. അത് നമ്മളിങ്ങനെ മണ്ടയിൽ തേക്കുമ്പോൾ പ്രത്യേകതരം ടേസ്റ്റ് അനുഭവപ്പെടും. ഇതാണ് നമ്മൾ നേരത്തെ കഴിച്ച ബിസ്ക്കറ്റ് ഉണ്ട് അതിനകത്ത്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചീസിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്താ റിയാക്ഷനാണ് ചീസ് കഴിച്ചിട്ട്. ഇവരുടെ വസ്ത്രധാരണം ശ്രദ്ധിച്ചോ? ഇവിടുത്തെ ഇവിടെ സെർവൻസ് അല്ല, ഇവിടുത്തെ ജോലിയാണ് അവരുടെ. ആക്ച്വലി പഴയ കാലത്ത് ജോലി ഉണ്ടോ? പണ്ടത്തെ കാലത്ത് ആ ഒരു യൂണിഫോം സെറ്റപ്പിലാണ് ഇവര്. ചേച്ചി സെറ്റപ്പം ചെയ്യണ്ട അല്ല പ്രശ്നം ഉണ്ടാവില്ല. വീഡിയോ എടുക്കുന്ന വിഷയമല്ല. അടിപൊളിയാണ്. ഹലോ. Ja, die kwamen de honden binnen, Esther. Thank you so much. ഇവിടെ കിട്ടിയോ? ട്രൈ ചെയ്ത് നോക്ക്, നിന്റെ റിയാക്ഷൻ നോക്കട്ടെ. Yeah, this is our traditional, made from raw milk. Nice. This is how we used to make cheese when I was your age, a long time ago. Well, after 1 month you've got this left. Don't throw it away. What you do is you rasp it and you put it in pasta. മെത്തനെ കുറച്ച് നാളോ. നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ട മലയാളീസ് കേട്ടോ. ആയാലോ 2 നാട്ടുകാരായിട്ട് വരും. ആക്ച്വലി മല്ലൂസും ജർമ്മനി നോക്കിയാൽ മതി. അതെ അതെ. ഇവിടെ ബിയറിന്റെ ചീസോ? ഇതെന്നത് ബിയർ ചീസോ? അത് എത്ര തരം വെറൈറ്റി എവിടെ ഉള്ളതെന്ന് കാണുന്നത്. കോക്കനട്ട് മറ്റേ നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുന്ന ബോളുമ്പോ ഞെക്കണ പോലെ. നമ്മൾ അടുത്തെങ്ങോട്ടാ?
എവിടേക്കാ പോകുന്നത്? ഈ കാറ്റാടി എടുത്തേക്കാ. അപ്പൊ ചെരുപ്പോ ഷൂ ഫാക്ടറി ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാ നല്ല ഷോട്ടുകളൊക്കെ കിട്ടും. ഇപ്പം ചേട്ടാ ഇതിന്റെ ഒക്കെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ നമ്മൾ എന്തിനാണ് ഹിസ്റ്ററി ചെയ്തപ്പം നമ്മൾ എപ്പോഴും പ്രസൻസിൽ ഉണ്ടാ പുല്ല് ആരത് ചോദിച്ചാ ഞാൻ പിന്നെ ഏതാ അയ്യോ അതിന്റെ ഫോൺ കാണാനേ ഉള്ളൂ. ഗ്രാമം എക്സ്പ്ലോർ ചെയ്യാം. ഈ ഗ്രാമം സമയം ട്രാവൽ ചെയ്യുന്നത് പോലെ ഫീൽ ആവുന്നു. ഇത് 18-19 ചേച്ചിമാർ വീടുകളാണ്. ചിലത് ഇപ്പോഴും ആളുകൾ താമസിക്കുന്നതാണ്. പച്ച നിറത്തിലുള്ള വീടുകളും ശാന്തമായ ഈ ദേശ സൗന്ദര്യം മനോഹരമാണ്. അമ്പരച്ചുംബികളായി നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഹായ്, ആ അമ്മാമ്മ നടന്നു പോകുന്നു. കണ്ണട വെച്ച അമ്മാമ്മേനെ കണ്ടറിയാം നല്ല വീട്ടിലെയാണെന്ന്. കടയാടി നീ കണ്ടിട്ട് അത് നല്ലതാ. അതിന്റെ ഉള്ളിൽ കയറാം, കാറ്റാടി ഉള്ളിൽ കയറാം. പൈസ കൊടുക്കണോ? അയ്യോ, ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. ഫിഷർമാന്റെ സ്ഥലമാണത്, ഫിഷർമാൻ. ഇവിടെ ഓടൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ജസ്റ്റ് അതിൻ്റെ അടുത്ത് കയറി നോക്കാൻ പോയതാണ്. 8 യൂറോ കൊടുക്കണം. അതുകൊണ്ടല്ല കേട്ടോ, നേരത്തെ കാറ്റാടി ഇതിലെല്ലാം കയറി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വേണ്ടെന്ന് വെച്ചത്. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവിടെ അറ്റത്തേക്ക് പോയി. അറ്റത്തൊരുപാട് കാണാനൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളത് വിൻമില്ല് കാര്യങ്ങളൊക്കെയാണ്. വിൻമില്ലാണ് മെയിനായിട്ടുള്ളത് ഈ വഴിക്കുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ അവിടെ ഒരു ചെരുപ്പിൻ്റെ ഫാക്ടറി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അറിയത്തില്ല, എന്തായാലും അവിടെ പോയി നോക്കട്ടെ, അവിടെ എന്താ പരിപാടി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ചീസൊക്കെ പോലെ തന്നെ ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും അവിടെ ഉള്ളത്. ലെറ്റ്സ് സീ. കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വീടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളി വീടാട്ടോ. ജസ്റ്റ് ഇപ്പം എനിക്ക് അറിയത്തില്ല ഇവിടെ ആൾതാമസം ഉണ്ടോ, ചുമ്മാ അത് മ്യൂസിയം വരെ വെച്ചിട്ടുണ്ടോ അറിയത്തില്ല. ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ വുഡൻ ഷൂവിൻ്റെ മ്യൂസിയം. ഇതിനകത്താണ് നമ്മൾ കയറാനുള്ളതല്ലേ? ക്ലോഗോ. ഓ, ഇത് ഫോട്ടോ എടുക്കുന്നതല്ലേ? ഓക്കെ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഇതിനകത്ത് നമ്മുടെ ചീസ് ഉണ്ടാക്കിയില്ലേ അതേപോലെ സെറ്റപ്പ് തന്നെ അല്ലേ? അത് കയറിയൊക്കെയല്ലോ. പിന്നെ വുഡൻ ചെരുപ്പ്. ഇവരാണോ ഇവരുടെ ആൾക്കാർ? ഇത് മെയിൻ ആൾക്കാർ. ഇതന്നെ ഡയമണ്ട്. ഡയമണ്ട് ക്ലോക്ക്. ഈ ക്ലോഗ് മ്യൂസിയത്തിലെ ഒരു ഷോ ഉണ്ടായിരുന്നു. അതായത് വെറും ഒരു തടിക്കഷ്ണത്തെ എങ്ങനെ ഒരു ഷൂ ആക്കി അവർ നിർമ്മിക്കുന്നു എന്നതിൻ്റെ ഉള്ളത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ സൈഡിലുള്ള ഇതിപ്പോൾ വന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഫുൾ വീഡിയോ കാണാവുന്നതായിരിക്കും കേട്ടോ. സോ നമ്മളിപ്പോൾ വുഡൻ ഷൂ ഉണ്ടാക്കണ കണ്ടത് അടിപൊളിയായിട്ടോ. പക്ഷെ അതിൽ വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് 8 മിനിറ്റ് എടുത്ത പരിപാടിയായിരുന്നു അത് വിഷയം വെച്ചിട്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ട് ആ ഊതിയിട്ട് വെള്ളം തെറിച്ചില്ലേ, ആ മരത്തിനുള്ള അത്ര വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ. കട്ട് ചെയ്തപ്പോഴാണെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം ഇറങ്ങി പോകണം. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അത്. പക്ഷെ പുള്ളി ഊതിയിപ്പോൾ ഒരു ലോഡ് വെള്ളം അതിനകത്ത് പോയത്. ഇവിടെയൊക്കെ ഫുൾ ഷൂസ് ആട്ടോ ഇവിടെ. നമ്മുടെ സൈസിന് പറ്റിയ സേഫ്റ്റി ഇഷ്യൂ ആണ്. നെതർലൻഡ്സിലെ സേഫ്റ്റി ഇഷ്യൂ ആണെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ബസ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏകദേശം ടൈം ആവാറില്ല. നമുക്ക് 10 സംതിങ് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ടൈം ഉണ്ട്. 10:45 നമുക്ക് ബസ്സിൽ കയറണമെന്ന് പറഞ്ഞേക്കുന്നത്. മണിക്കൂറിന് ഇഷ്ടം പോലെ സഞ്ചാരികളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു ലോഡ് കണക്കിന് അടുത്ത ഗ്രൂപ്പുകൾ വരുന്നു. ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഓവറോൾ ഐഡിയ അല്ല, ഓവറോൾ ഒരു മാപ്പ്. ഇത് കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഇവിടേക്ക് ഇപ്പോഴുണ്ടോ നമ്മൾ വന്നപ്പോ ആക്ച്വലി ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫസ്റ്റത്തെ വണ്ടിയാടാ. പാർക്കിംഗ് ലോട്ടിൽ ഇവിടെ ഒറ്റ ബസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ എന്തോരം ആൾക്കാർ വന്നാണെന്ന് പറയുമ്പോ ആണോ ഇത് ബോറിസ് റൈസ്. കുറേ ബസ്സുകളുണ്ട് ഇവിടെ ആക്ച്വലി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വോൾവോ ബസ്സും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലെ അതേ ഷേപ്പ് ഫ്രണ്ട്. യെസ്, ഇത് തന്നെ വോൾവോ. നാട്ടിലിറക്കിയാണ് വോൾവോൻ്റെ ഇതൊക്കെ തന്നെ സെയിം ഷേപ്പ് തന്നെയാണ് വോൾവോ. കുറേ ഉണ്ട് വണ്ടികൾ. ഇതൊക്കെ ആംസ്റ്റർഡാം വണ്ടികളാണ്. ഇത് ആംസ്റ്റർഡാം അല്ല, നെതർലൻഡ്സ് വണ്ടികളാണ്. യെല്ലോ കളർ നമ്പർ പ്ലേറ്റ്, ഫുൾ നെതർലൻഡ്സാണ്. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം സാൻസെ ഷാൻസിൻ്റെ
സൗന്ദര്യവും കണ്ട് ഞങ്ങൾ ആംസ്റ്റർഡാം സെന്ററിലേക്ക് വണ്ടി കയറി. ഏകദേശം 11 മണിയോട് കൂടി തന്നെ നമ്മൾ ആംസ്റ്റർഡാം സെന്ററിലെത്തി. അവര് നമ്മളെ ബസ്സിൽ അവിടെ എത്തിച്ച് ഇറക്കി വിട്ട് നമ്മളെ ഫ്രീ ആക്കി വിട്ടു. രാത്രി ഒരു 9:30 9:45 ആകുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് തിരിച്ചെത്തണം എന്നും പറഞ്ഞു. എബിൻ ചേട്ടനാണ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോ ഫാട്ടിന്റെ ആൾക്കാർ തന്നെയുണ്ട്. എബിൻ ചേട്ടൻ ഇവിടെ തറവാട് വീട് പോലെ ആയതുകൊണ്ട് എബിൻ ചേട്ടൻ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ചേച്ചിമാരുണ്ട് ഇവിടെ. കുടുംബക്കാര് കാണുന്നതാണ്. അപ്പോൾ ഞങ്ങളും സിറ്റി സെന്ററിലേക്ക് പോവുകയാണ്. ഈ ഒരു സാധനം നമ്മുടെ ഹാംബുർഗിന്റെ ഒരു സെറ്റപ്പിൽ ഉണ്ട്. നമ്മുടെ ഹാംബുർഗിലെ ഫില എലിഫന്റോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. അതിന്റെ ഒരു ലുക്കുണ്ട് സംഭവത്തിന്. നല്ല മനോഹരമായ കടൽ പ്രദേശം. ആഹാ, വാട്ട് എ ബ്യൂട്ടി. കണ്ണിൽ കാണുന്ന ഒന്നും ക്യാമറയിൽ ആ ഒരു ബ്യൂട്ടി കിട്ടൂല. ബട്ട് വാട്ട് എവർ ഹൗ എവർ രസമുണ്ട്. ഫൈനലി ഗൈസ് ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു. ഞങ്ങൾ എന്തായാലും 900 ടിക്കറ്റ് എടുക്കുന്നില്ല, അതായത് ഇവിടുത്തെ ഡേ ടിക്കറ്റ് എടുക്കുന്നില്ല. ഞങ്ങൾ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് പറ്റാവുന്ന ഞങ്ങൾ നടന്ന് കാണാൻ ശ്രമിക്കുകയാണ്. കാരണം എന്നാലും നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ആരോഗ്യത്തിന് ഗുണകരമാണ്. അതെ അതെ. ഞങ്ങളിപ്പോൾ എന്തായാലും ഫുഡിൻ്റെ കാര്യം എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അതെന്തായാലും നടന്നിട്ടായാലും വണ്ടി കയറിയിട്ടായാലും പോകണം, അല്ലാണ്ട് പറ്റൂല. നമ്മൾ കുറച്ച് നടന്ന് ബാക്കിൽ വന്നു. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ വന്നപ്പോൾ ഒരു അല്ല ഓപ്പൺ ഏരിയ കേട്ടോ, അടിപൊളി ട്രാം ഇവിടുത്തെ. എന്താ നെക്സ്റ്റ് പ്ലാൻ? വിക്ടോറിയ ഹോട്ടലോ? എന്താ അതിന്റെ പ്രത്യേകത? എനിക്ക് മനസ്സിലായില്ല. വിക്ടോറിയ ഹോട്ടൽ ആ നേരെ കാണുന്നത് പഴയൊരു ഹോട്ടലാണ്, പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടും കൂടിയാണ്. മെയിൻ സ്പോട്ടാ? പ്രത്യേകത ഒന്നുമില്ല ഹോട്ടലിന്. പഴയൊരു ഇവിടെ കുറെ ഹോട്ടലുകൾക്കുള്ള പ്രത്യേകത ഉള്ളൂ. കണ്ടമാനം സൈക്കിൾ ഉണ്ട് ഇവിടെ. എന്താന്ന്? The first historical building you will see in Amsterdam when you arrive from the central station, the Victoria Hotel. The hotel was opened by German architect. Oh, German. Jaya Heckenhoff. അതെ, ജർമ്മൻ. One of the oldest and ഏത്? ഈ most ഹോട്ടലോ? ഈ ഹോട്ടൽ അപ്പോ ജർമ്മൻ ആർക്കിടെക്ചർ ആണ്. പിന്നെ ഇതായിരുന്നു ഏറ്റവും ആദ്യത്തെ ഓൾഡസ്റ്റും ഐക്കോണിക് ഹോട്ടൽ. പിന്നെ ഫസ്റ്റ് ഹോട്ടൽ ഇൻ ദ കൺട്രി ടു ഹാവ് ഇലക്ട്രിക് ലൈറ്റിംഗ്. കറണ്ടുള്ള അത്ര പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലേ? അത് കൊള്ളാലോ. ലെഫ്റ്റ് സൈഡിലേക്ക് പോണോ? അത് കൊള്ളാം. ഫസ്റ്റ് ഈ രാജ്യത്ത് ഫസ്റ്റ് ഇലക്ട്രിസിറ്റി വന്ന ഹോട്ടൽ അതാണ്. അതിലേക്ക് ഒരു ബിൽഡിംഗ് കാണിക്കുന്നത് ഇലക്ട്രിക് ലൈറ്റിംഗോ. ആ, ഇതാണ് ഇവിടുത്തെ ട്രാം. നോയിസ് ലോട്ടൻ. കുഞ്ഞിക്കാർട്ടോ. ഇത് ലോക്ക് ഇട്ട് വെച്ചാലുണ്ടോ അവിടെ? ഇവിടെ ഈ കാർ മോഷണമൊക്കെ സ്വാഭാവികമാണ്. ലോക്ക് ഇട്ട് വെച്ചാൽ ടയറിനകത്ത്. ഈ ഒരാൾക്ക് കറക്റ്റ് പറ്റിയ കാർ കേട്ടോ, ഒരാൾക്ക് പറ്റിയ കാറ്. ആ, ബാക്കിൽ ഒരാൾക്ക് ഇരിക്കാം കേട്ടോ. ബാക്കിലും ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. ചെറിയൊരാള്. പിന്നെ ചെറിയ കാർ കേട്ടോ, ഭയങ്കര ചെറിയ കാർ കേട്ടോ. കൊള്ളാം. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയുടെ ചെറിയ ടയറൊക്കെയാ. എടാ, നമ്മുടെ പ്ലാൻ എന്താ ഇപ്പൊ നമ്മള് കുഞ്ഞ് ഷോർട്ട് പോയ വഴി പോവുക, അത്രേ ഉള്ളൂ. ഷോർട്ട് സ്ട്രീറ്റ് കൂടിയാണല്ലോ പോകുന്നത്. ആ, ഇതെന്താ മദ്യ ഷോപ്പാണല്ലോ. ഇത് ഒരുപാട് ലിക്കേഴ്സിന്റെ ഷോപ്പാ. ഹെന്നസി എൻ്റെ പൊന്നെ, ഇതെന്താ? പന്തം കുറ്റി. ആ വഴി ഇത് പണ്ട് ഭയങ്കര ചെറിയ കുഞ്ഞ് വഴിയായിരുന്നു. അപ്പോൾ ഇതിൽ കൂടി വണ്ടി ഒന്ന് കയറ്റാനും ഒട്ടും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ വീട്ടിലേക്ക് സാധനങ്ങൾ അകത്തേക്ക് കയറ്റിയത്. ഇതേ കണ്ടോ, ഈ ഹുക്ക് മേക്കൂടി വലിച്ചാണ് കയറ്റിയത് സാധനങ്ങൾ. ഇതിൻ്റെ മേളിലൊക്കെ ഹുക്ക് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും. അവിടെ ഹുക്ക് ഉണ്ട്. എല്ലായിടത്തും ഓരോ ബിൽഡിങ്ങിൻ്റെ മേളിൽ ഹുക്ക് കാണാൻ പറ്റും. ഹുക്കുകൾ വഴിയാണിത്. അവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഹുക്ക് കേട്ടോ. അതുവഴിയാണ് സാധനങ്ങളൊക്കെ അകത്ത് കയറ്റിയത്. ഫൈനലി ഞങ്ങൾ ഒരുപാട് തപ്പി നമ്മുടെ ദേശീയ ഭക്ഷണമായ കബാബ് ഷോപ്പ് തന്നെ ഫിക്സ് ചെയ്തു. കബാബ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ ഇവിടെ. 10 യൂറോ ഏകദേശം ഉണ്ട്. 10 യൂറോ ഏകദേശം ഉണ്ട് ഇവിടെ കബാബിന്. ഇതാണ് ഇവിടുത്തെ കബാബ് ഷോപ്പ് കാര്യങ്ങളൊക്കെ. ഓ, ഭയങ്കര ചൂടാണല്ലോ. ആ, ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ട്. തുർക്കിഷുകാരുടെ മെയിൻ സാധനം ബക്ലാവ. സോ ഫൈനലി ഗൈസ് നമ്മുടെ ഫുഡ് എത്തി. ഇതിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ അങ്ങനത്തെ സാധനം.
എന്തൊരു സാധനം, കുറെ സലാഡൊക്കെ ഉള്ള സാധനമാണ്. ഇറച്ചി ഡോണർ പ്ലേറ്റ്. ആ അതന്നെ, സാലഡ് ഉണ്ട് കുറെ. എന്തായാലും കഴിച്ചോക്കട്ടെ. ഇതൊക്കെ വൈബ് കടകളാണല്ലോ ഈശ്വര. ഇതെന്ത് ഇത് കൊള്ളാലോ. ഇതെന്നാ, ഇത് മിഠായിയുടെ കട തന്നെയാ. അത് ഒരുപാട് മിഠായിയുടെ കട തന്നെയാണ്. ഇത് മറ്റേ ഹരി പോലത്തെ കുറെ മിഠായികളൊക്കെ കേട്ടോ. ഓ ഇത് ഇന്ത്യയിലെ രക്ഷയില്ലല്ലോ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുണ്ട്. കൊള്ളാം. മിഠായി എന്തായാലും മേടിക്കുന്നില്ല നമ്മള്. ആംസ്റ്റർഡാമിന്റെ ഇതുവരെ കാണാത്ത തെരുവോരങ്ങളിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യും. ഇവിടെ പ്രത്യേക തരം തെക്കൻ കാറ്റിന്റെ ഒരു മണമുണ്ട്. തെക്കൻ കാറ്റിന്റെ ഒരു പ്രത്യേക ഒരു സാധനത്തിന്റെ മണമൊക്കെ അടിക്കുന്നുണ്ട്. പച്ചില മണം. അതെ, നല്ല മണം, പച്ചിലയുടെ മണമുണ്ട്. ഞാൻ ആക്ച്വലി ബെർലിനിലായതുകൊണ്ട് അവിടെ ഇത് സ്വാഭാവികമായിട്ട് കുറെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മണം അറിയാം. ഡാം സ്ക്വയറോ? ഡാം സ്ക്വയർ എന്നത് നിങ്ങളുടെ ബെർലിനില് മറ്റേ ബെർലിൻ ഡോം പോലെ തന്നെ. ബെർലിൻ എന്താ ടോണോ? ഇതിന്റെ നോട്ടം ശരിയല്ലല്ലോ. ഇതിന്റെ നോട്ടം ശരി. ഞാൻ ക്യാമറയിൽ അതെ എടുത്തു. ചേട്ടാ നമ്മള് പോണത് ഏതോ വള്ളി പിടിച്ച സ്ഥലത്തേക്കാന്ന് കേട്ടോ. മെയിൻ സെന്റർ നിന്നെ കാണിച്ചിട്ട്. കാരണം ഇവിടെ എന്തൊക്കെയോ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ചെന്നെത്തുന്നത് എന്തോ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്കാ. എല്ലാ സ്ഥലത്തും അവർ പ്രൊട്ടസ്റ്റ് ഉണ്ട്. ബെർലിനിലായാലും ജർമ്മനി എല്ലാ സ്ഥലത്തും പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. തൊട്ടേനും പിടിച്ചതിനും പ്രൊട്ടസ്റ്റ് ആണ്. ബെർലിൻ ഗേറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. അതെ, ബെർലിൻ ഗേറ്റ് ആണ് ഇതിന്റെ മെയിൻ. ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, എനിക്കറിയില്ല. സൗണ്ട് ഇനി പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമെന്ന്. അതെ, അവിടെ കാണാൻ പറ്റും. ആൾക്കാർ കൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തിന്റെ പരിപാടിയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഓ സ്റ്റോപ്പ് 8 നോ. അതെന്ത് പ്രൊട്ടസ്റ്റ് ആണാവോ ഈശ്വരാ. സീനാണ്. ഓ ഭയങ്കര വലിയ പരിപാടി കേട്ടോ. ഓ നമ്മളിത് ഇതിന്റെ ഫ്രണ്ടിലെത്തിയില്ലേ? ഇതിന്റെ ഫ്രണ്ടിലാണ് പരിപാടി നടക്കുന്നത്. അപ്പൊ ഓ ഇതിന്റെ ഇടയ്ക്ക് ആൾക്കാർ ഫുഡ് കഴിച്ച് കിട്ടില്ല, നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. ഇത് കേൾക്കണുണ്ടല്ലേ ഇവരുടെ അവസ്ഥ. ഓ മൈ ഗോഡ്, എന്താ പരിപാടി ഇത്? ഇത് വേറെ എന്തോ ആണ്. ആ അതെ അതെ, എടാ അതൊന്നു തന്നെ വിമൻസിന്റെ പരിപാടി. അതെ അതെ, ഫ്യൂച്ചർ ഈസ് ഫീമെയിൽ. ഫ്രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അല്ലേ? നെതർലൻഡ്സിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതിന്റെ നെഞ്ചത്തായിരിക്കും പ്രശ്നങ്ങൾ. നമ്മുടെ ബെർലിനിലെ മറ്റേ ഗേറ്റ് പോലെ. അത് തന്നെ. ഫൈനലി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ കണ്ടെത്തി. കോഹിനൂർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് നമ്മുടെ ആൻ ഫ്രാങ്ക്ലിൻ, ജർമ്മനിയിലെ ലോകത്തിലെ 2ാം ലോക മഹായുദ്ധകാലത്ത് നമ്മുടെ ഹിറ്റ്ലർ അണ്ണൻ ജർമ്മനി വിറപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ജർമ്മനിയിൽ നിന്ന് നാടുവിട്ട് ഇവിടെ നെതർലൻഡ്സിൽ വീടെടുത്ത് ഇവിടെ ഒളിച്ച് താമസിച്ച ആൻ ഫ്രാങ്ക്ലിൻ്റെ കുടുംബവും അവിടെ താമസിച്ച അവരുടെ വീട്. പുള്ളിക്കാരനെ പറ്റി നമ്മൾ 4ാം ക്ലാസ്സിലോ 5ലോ 6ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. മിക്കവർക്കും അറിയാം. ഞാൻ ഇനി കൂടുതലായിട്ട് വിളമ്പി അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കളയേണ്ട കാര്യമില്ല. പുള്ളിക്കാരി ലെറ്റർ എഴുതുമായിരുന്നു ആ സമയത്ത്. അതെങ്ങനെ ശേഖരിച്ച് പിന്നെ പുള്ളിക്കാരി മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ പബ്ലിഷ് ചെയ്തു. അങ്ങനെ ബാക്കി അതൊക്കെ ഗൂഗിളിൽ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് നല്ലത്. അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ ഓൺ ദ വേ. ഇതാണ് ആൻ ഫ്രാങ്കിൻ്റെ ഹൗസ്. പഴയ വീടായതുകൊണ്ട് ഇപ്പോൾ പുതുക്കി പണിയാന്ന് തോന്നുന്നു. പഴയ കാലത്തെ വീടല്ലേ, അപ്പോൾ അത്യാവശ്യം സെറ്റപ്പൊക്കെ ചെയ്ത്. എത്ര രൂപയാ? ആരോടിച്ചത്? 12-13 ഉള്ളൂ അല്ലേ? താല്പര്യമുള്ളവരൊക്കെ കയറി അവളുടെ വീട്. ഓ ഇതാണ് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇതാണ് ശരിക്കുള്ള ആൻ ഫ്രാങ്കിൻ്റെ ഹൗസ്. പാവം ആൻ ഫ്രാങ്ക്, പേര് മാത്രമേ ഉള്ളൂ. ഈ ആംസ്റ്റർഡാമിൽ ചുറ്റും പുറവും വെള്ളം മാത്രമേ ഉള്ളൂ. പാവം ഒരു കുഞ്ഞു പാവയുടെ സൈക്കിള് നഷ്ടപ്പെട്ടു പോയ ഏതോ കുഞ്ഞാട്ടിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പാവം തുരുമ്പിച്ചു തുടങ്ങി. സോ ഗൈസ്, ഇപ്പം നമ്മൾ ആംസ്റ്റർഡാമിൻ്റെ ഐക്കോണിക് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്ന് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് കണ്ടറിയാം. ഒരു പാലം, ഒരു സൈക്കിൾ, കുറച്ച് പൂക്കൾ. സോ അങ്ങനത്തെ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്.
എന്തായാലും ഒരു ഫോട്ടോ എടുക്കണം, വന്നിട്ട് നാട്ടുകാരത്തെ കാണിക്കണ്ടേ. മുടിഞ്ഞ വെയിലായി പോയി. നല്ല ചൂടുണ്ട് കേട്ടോ, വിചാരിച്ച പോലെ ഇല്ല കേട്ടോ. രാവിലെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. 17 ഡിഗ്രി ഫുള്ളുമാണ്. നല്ല വെയിലുണ്ട്. പെട്ടെന്ന് ഇത്രയും വെയിലാവുമെന്ന് വിചാരിച്ചില്ല. ഇതല്ലേ ഇവിടെ തന്നെയല്ലേ? ഇതാണ്. ഇവിടെയാണ് മെയിനായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. സൈക്കിളാണ്. സൈക്കിള് പൊട്ടപ്പൊട്ടേ സൈക്കിളാണ് തന്നെ ഇവർക്കൊക്കെ. കാറിനേക്കാളും സ്പീഡാണ് സൈക്കിൾ പോകണം ഇവിടെ. ഇവിടെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഇതെന്താ ഇങ്ങനെ? ഇത് പ്രത്യേകത എന്താണ്? ചുരുളഴിയാത്ത സത്യമാണല്ലോ. ആ ചേച്ചി അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണോ സൈക്കിള്? ഇതാണോ? ഇങ്ങനത്തെ കുറെ പാലങ്ങളിൽ. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ചെറിയ കഫേയിലൊക്കെ കയറി ചെറിയ ചായ കുടിച്ച് ഫ്രഷപ്പ് ആയി. എന്നിട്ട് ഞങ്ങളിത് ഇപ്പോൾ ഓൾറെഡി ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അത് 120 യൂറോ 2 മണിക്കൂറത്തേക്ക് ഞങ്ങൾ 8 ആൾക്കാരുടെ ഒരു ബോട്ട് ബുക്ക് ചെയ്തു. ചേട്ടൻ അവിടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ചെറുതായിട്ടൊരു അബദ്ധം പറ്റി ഗൈസ്. ഞങ്ങൾ ബുക്ക് ചെയ്ത ബോട്ടിൻ്റെ ലൊക്കേഷൻ ഇതല്ല, വേറെ ലൊക്കേഷനാണ്. പാവേബിച്ചാണ്ടൊരു അബദ്ധം പറ്റി, പ്രായത്തിൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി ഊബർ ബുക്ക് ചെയ്തേക്കാം. 2 ഊബർ ബുക്ക് ചെയ്തണം. പോട്ടെ ചേട്ടാ, ഞങ്ങൾ ക്ഷമിച്ചു. പോട്ടെ, വിഷയമില്ല. എന്തായാലും നമ്മളെത്തും. പക്ഷെ ഊബർ ഇവിടെ ഭയങ്കര ഷോക്കാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം. 14 മിനിറ്റൊക്കെ അവർ പിക്കപ്പ് ടൈം പറയുന്നത്. ലെറ്റ്സ് സീ, അവിടേക്ക് എന്തായാലും മാക്സിമം പോയി നോക്കാം. നമ്മുടെ വണ്ടി ഒന്ന് സ്കോഡ ഊബർ. വണ്ടി കയറി. സോ ഗൈസ്, നമ്മൾ ഫൈനലി ഇവിടെ എത്തി, ബോട്ടിൻ്റെ സ്ഥലത്ത് എത്തി. വിചാരണ എന്തായാലും ചോദിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് ബോട്ടിൻ്റെ കാര്യം. നമ്മൾ കുറച്ച് ലേറ്റായി. 5 മണിക്ക് നമ്മൾ ബുക്ക് ചെയ്താൽ ഇപ്പം സമയം എത്രയാ? 5:32. അതായത് 5:30 ആയിട്ടുണ്ട്. അരമണിക്കൂർ ലേറ്റ് ആയത് പക്ഷേ ഉണ്ടാവില്ല. നമുക്കിനി ഇത് 7 മണി വരെ യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ച് തണുത്ത കാറ്റടിച്ച് തുടങ്ങും. അതാണ് പ്രശ്നം. ഇതാണ് നമ്മൾ ഓടിക്കാൻ പോണ ബോട്ട്. ഇവൻ ഓടിക്കൂലേ? ഇവൻ ഓടിക്കാൻ പാടില്ലേ? ഇത് അവരവിടെ നിന്ന് അവരുടെ കാറായത് കുറച്ച് കയറ്റി കൊണ്ട് നിർത്തി. അതാണ് പ്രശ്നം പറ്റിയത്. അവർ കുറച്ച് അകലെയായിരുന്നു നടന്നതിൻ്റെ അവർ. Few rules. Always stay on the right side of the canal, just like we do on the roads. Bigger boats always go first. They won't stop, so really be careful, especially for the captain. Let a big boat, you see him, let him go first, okay? No alcohol for the captain, no loud music on the boat. There's a €140 fine in case you play loud music. Then there's a €250 deductible in case of any damage or any crash. Yeah? സെയിൽ ചെയ്യാൻ പോണ്. അതൊക്കെ വിഞ്ചേട്ടൻ അറിയാം. വ്ലോഗുണ്ട്, വ്ലോഗ് ഓണാണ്. ഡോണ്ട് വറി. Okay guys, you're good to go. Just switch the key. ഡ്രൈവറെല്ലാം മാപ്പ് പിടിക്കണ്ടേ? അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബോട്ട് എബിൻ ഫ്രാങ്ക്. അവര് ഇതിന് വലിയ ബോട്ടായിട്ടാണല്ലോ പോണേ. നമ്മളുടെ വലിയ ബോട്ടാണോ അവരുടെ? സെയിം ബോട്ട് തന്നെയാണോ? ഹായ്, ജർമ്മൻസ് ആണ്. ജർമ്മൻസ് അല്ലത്. ഇത്ര അനീഷ ഓടിച്ചോണ്ടിരുന്നത്. എടപ്പള്ളിയിൽ പോലും ഉണ്ടായിട്ടില്ല ബ്ലോക്ക്. അനീഷ കലൂര് എടപ്പള്ളി പോലും ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. അനീഷ ഓടിച്ചോണ്ട് വൺ ബ്ലോക്ക് പോയി. വണ്ടി ഡ്രിഫ്റ്റ് ആയിരുന്നു. നിഷ ഡ്രൈവർ. നമ്മളിപ്പോ 140 യൂറോ മുടക്കി പേടിച്ചിരിക്കുകയാണ്. സൺസെറ്റ് ആയി തുടങ്ങി. സൺസെറ്റ് ചുമന്ന ലൈറ്റ്. അതെ. ഇനി നമ്മൾ എത്തുമ്പോ ചൂട്ട് കത്തിച്ചെത്തേണ്ടി വരും. ഇതാണ് സാധനം നിർത്തുമ്പോ. ഇത് കഴിഞ്ഞിട്ട് വേണം ചുമന്ന തെരുവിലേക്ക് പോകാൻ. എന്നാ ഓടിക്കണേ? ബസ്സല്ലത്. ഒറ്റക്കൈ വെച്ച് ഓടിക്കണേ. ഹായ്. പോട്ടെ. ഇവനെയൊക്കെ വേണ്ട, ഞാൻ വെറുതെ പാട്ടിയതാ പാട്ട്. ഗായ്സ്, ഞങ്ങള് ഇനിയിപ്പോ ഏത് പാട്ടാ? പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും?
ഓ ഗായ്സ്, ഇവിടെ ടൈറ്റാനിക്കിന്റെ അത്രയുള്ള ബോട്ടൊക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. തള്ളി കേട്ടിട്ടാ ഞങ്ങൾ സൈഡിൽ നിന്ന്. പ്ലീസ് പാലം പൊളിക്കോ? അയ്യോ, നമ്മൾ റൈറ്റ് സൈഡ്. നമുക്കവിടെ യെല്ലോ സിഗ്നലാണ്. മറ്റേത് ചോപ്പില്ല, അപ്പൊ പോവാനേ പാടില്ലല്ലോ. ഇതെന്ത് സംഭവം? ഇത് മനസ്സിലാവുന്നില്ലല്ലോ. ഏറ്റവും അറ്റത്തിലോട്ടൊന്നും പോയിട്ട് എനിക്കവിടെ മഞ്ഞ പോകുന്ന തന്നെ വിഷയമില്ലാന്ന്. റെഡ് അതിന്റെ ഉള്ളിൽ കൂടി പോകാൻ പാടില്ലെന്നാണ്. സെൻട്രിൽ കൂടി. യാ ഓഫ് കോഴ്സ്. മാർവലസ്. പിന്നെ നമ്മള് പോകുന്നില്ലല്ലോ. നമ്മുടെ ഫ്രാങ്ക് അങ്ങനെ ചെയ്യുന്നില്ല. ആരോ അവരോ? അവരാണ് തീരുമാനിക്കണേ. അങ്ങനെ തിരിച്ചു വണ്ടി നമ്മളെ റെഡി കൂടി. ഇനിയിപ്പോ എന്താ ചേട്ടാ, അവിടെ നിന്ന് വലിയ ബോട്ട് എന്റെ. പിന്നെ അടിപൊളി. ഞാൻ അതെടുക്കുന്ന അടങ്ങിരി. അയ്യോ, 140 യൂറോന്റെ റൈഡ് കേട്ടോ. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരും കറക്റ്റ് സമയത്ത് റൈറ്റ് ഇട്ട്. ഇങ്ങനെ പേടിച്ചാലോ? ക്യാമറ ഉള്ളപ്പോ ഞാൻ പേടിക്കില്ല. തണുത്തട്ട. ശരിക്കും ചെയ്യാൻ പാടില്ല. ഞാൻ അവിടെ എത്തട്ടെ, കുറച്ച് കണക്ക് പറയാനുണ്ട്. എടാ നീ പേടിക്കാണ്ടിരി. ഇത് ശരിക്കും ചെയ്യാൻ പാടില്ല. എന്ത് തിരിക്കുന്നില്ലേ? ആ ഇപ്പൊ ചേട്ടനായതുകൊണ്ട് വിഷയല്ല. ബോട്ടിന്റെ നീ ഒന്ന് പേടിക്കാണ്ടിരിക്കുന്നത്. ഇങ്ങനെ പൊക്കാൻ്റെ അടിക്കുള്ളൂ. ഇവിടെ ഇടിക്കൂട്ടാ. മുട്ടിക്കാനോ? സൂപ്പർ. ഇതിങ്ങനെ തട്ടാൻ ചാൻസ് ഉണ്ട്. താത്തി കൊടുക്കും. ഇരുട്ടായി. ഇതെന്ത് കൊടിച്ചപ്പട്ടി പൊക്കിക്കും അവിടെ ഇരിക്കൂട്ടാ. സോ ഗായ്സ്, അപ്പൊ നമ്മള് ഇപ്പോ ഇത് റൗണ്ട് അബൌട്ട് പോലെയാണ്. നമ്മള് കേറിയ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് നമ്മളിപ്പോ തിരിച്ച് ബാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു കിടിലൊരു ഡ്രിഫ്റ്റ് അടിച്ചിരുന്നു. അത് അവിടെ നിന്ന് ടേൺ ചെയ്താണ്. എന്താന്ന് അയ്യോ, കിട്ടി. അവൻ റോങ് കയറിയൊന്നുമില്ല. കിട്ടിയോ? ഞാൻ വിചാരിച്ചു ഇടിച്ചോന്ന് വിചാരിച്ച. കിട്ടിയെന്ന് അറിയില്ല. പുള്ളിയുണ്ട്. പുള്ളി ഒന്നുമില്ല, വിഷയം. അത് കറക്റ്റ് സമയത്ത് റിവേഴ്സ് ഇട്ടാറില്ല. അതെ, 2-2.5 മണിക്കൂറും കഴിഞ്ഞ് എന്റെ അമ്മ ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും. നിങ്ങൾക്ക് റീലിയും മനക്കെട്ടിയും അതുപോലെ തന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ബോട്ട് എടുക്കാവൂ. ഞങ്ങളുടെ ഇനി അടുത്ത സ്പോട്ട് ആകെ നമുക്ക് അവിടെ 2 മണിക്കൂറേ ഉള്ളൂ ഈ സ്പോട്ടില്, ഈ ആംസ്റ്റർഡാമില്. അതിന് മുമ്പിൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അന്ന് ഊബർ വിളിച്ചാലോ? ഗായ്സ്, നമ്മളിപ്പോ ഇവിടുത്തെ ആംസ്റ്റർഡാമിലെ മെയിൻ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരുപാട് ടൈമില്ല. നമ്മള് മറ്റേ ബോട്ടിങ് കാരണം നമ്മുടെ 1 മണിക്കൂറോളം നമ്മുടെ വേസ്റ്റ് ആയി ആക്ച്വലി. സോ ഇവിടെ നമ്മൾ മറ്റേ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അറിയത്തില്ല, അവിടെ ക്യാമറ ഒരുപാട് കാണിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതൊരു ടാസ്ക് ആയിരിക്കും. അപ്പോൾ നോക്കട്ടെ, മാക്സിമം കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ നടക്കൂല. ഒട്ട് കാണിക്കാൻ പറ്റില്ല. അതാണ് വിഷയം. അപ്പോൾ അതോട്ട് നടക്കില്ല. അത് അവിടെ ഒട്ടും എനിക്ക് തോന്നുന്നില്ല ക്യാമറ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നു ഈ സ്ട്രീറ്റ് ഇവിടെ എങ്ങാണ്ടാണ് സ്ട്രീറ്റ് തുടങ്ങുന്നത്. ഇവിടെ എന്തോ അങ്ങോട്ട് സ്ട്രീറ്റ് തുടങ്ങാണ്. ഇനി ക്യാമറ ഒട്ടും എടുക്കാൻ പറ്റത്തില്ല. എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇവിടെ എന്തായാലും ക്യാമറ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബാക്കി ഞങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പറയാം. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ. ഇതാണ് മൊത്തം. ഈ കാണുന്നതൊക്കെ
കുറേ മറ്റേ എന്താ ഈ വിൻഡോസ് ഒക്കെ ഉണ്ടോ, വിൻഡോസ് കുറേ ഉണ്ട്, അതിനകത്താണ് കുറേ പെൺപിള്ളേരുള്ളത്. അപ്പോൾ ഞങ്ങള് ഈ കുറേയൊക്കെ കണ്ടു, ചുമ്മാ ഒരു രസം അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ വെച്ച് ഞങ്ങളുടെ ബ്ലോഗ് എല്ലായിടത്തും ഇതുപോലെ നമ്മളറിയാത്തൊരു ലോകം ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ. ജർമ്മനിയിലും ഇങ്ങനെ ഉണ്ട്. ജർമ്മനിയിൽ നമ്മുടെ ന്യൂറംബർഗ്, ഹാംബുർഗ്, ഇവിടെയൊക്കെ റെഡ് സ്ട്രീറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഇവിടെ മൊത്തം അങ്ങേ അറ്റം വരെ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരൊക്കെ ഗവൺമെന്റിന് ടാക്സ് കൊടുത്ത് ജീവിക്കുന്നവരാട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ആംസ്റ്റർഡാം ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മളിത് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, ആംസ്റ്റർഡാം. കുറേ കാര്യങ്ങളൊക്കെ കണ്ടു, കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്തു ഞങ്ങൾക്ക്. കുറേ മറ്റേ കുറച്ച് ഹെനിക്കൻ ബിയറിന്റെ എന്തോ മിസ് ചെയ്തു. ട്രിപ്പ് ഉള്ളതുകൊണ്ട് നമുക്കിത് മിസ് അതെ, ഞങ്ങൾ ചെറിയ അഡ്വഞ്ചർ ട്രിപ്പ് ഉണ്ട്. നടുകടലിലേക്ക് പോകുമെന്ന ഒരു പ്രതീക്ഷ. അതെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെൻഡിയാണ് ഞങ്ങളുടെ ആംസ്റ്റർഡാം ട്രിപ്പ്. അപ്പോൾ നമ്മൾ പാരീസ് ട്രിപ്പായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ ഗായ്സ്, ചാओ, ബൈ.